ചൊന്നത് ഏറ്റവും നല്ല മനസ്സ്. അതുകൊണ്ട് ഹബീബ് അലി ജിബ്രി അയാൾ ചൊന്നു നന്റെ ഉമ്മ എന്താക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഞങ്ങളെ ഒത്തുള്ള ആവശ്യങ്ങൾ കേൾക്കുക ആൾമാർ വേണ്ടാർ അഞ്ഞത്തെ ഇഞ്ഞത്തെല്ലാം വേണ്ടാർ. അപ്പൊ വലിയ വലിയ ആവശ്യങ്ങളെ കേൾക്കിടങ്ങ പൈസ കേൾക്കിട കേൾക്കിട കൊടുക്കുടുമ്മ. അപ്പൊ ഉമ്മ ഞങ്ങളൊട്ടി എന്തിനാക്കി കൊണ്ടുണ്ടാ ഉമ്മ ഞങ്ങളൊട്ടി ചെല്ലേ ഉപ്പെടുത്തവർ അപ്പുറത്ത് പോയിട്ട് ഉപ്പ് ഉപ്പ് കൂടെ ഉണ്ടല്ലേ എല്ലാ വലിയ വലിയ സാധനങ്ങൾ കേൾക്കുകയാണ് ഞങ്ങളെ ഒത്തുകൊണ്ടേ നിന്റെ വാപ്പെടുന്നൊക്കെ ഞാൻ പോകണം. അപ്പ എന്തും ഇല്ലാത്ത ടൈമുകൾ എന്താക്കിക്കൊണ്ടിരുന്നെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കണല്ലേ. അപ്പൊ നമുക്ക് ഞാൻ പോകുള്ളൂ. ഞങ്ങളൊട്ടിക്ക് എല്ലാ കാര്യങ്ങളും വേണം. പിന്നെ ഒരാട്ടിക്കേക്കോ പോകണ്ട. അത് വല്ലാത്തൊരു മെസ്സേജാണ്. എന്തേ അത് വായിൽ ചെന്നിട്ടില്ലെങ്കിലും കണ്ടിട്ട് പഠിക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ വാപ്പ പൈസ ഒന്നും ഇല്ല. അതേ സമയത്ത് ടൗണിൽ പോയി എന്താക്കി നിങ്ങൾ ഒരാൾ അങ്ങടിയും ഇപ്പം അയാൾ ഞാൻ പോയപ്പോൾ ശരീഫാക്കാണ്ട് ഒരാൾ വിളിച്ചിട്ടുണ്ട് അങ്ങാടി. അയാളോട് നിങ്ങൾ വാപ്പ എല്ലാ സാധനങ്ങളും എടുത്തു വേണ്ടി പൈസ ഇല്ല, പൈസ നാണ് തന്റെ ഒരു തിങ്കൾ തിരക്ക് സന്തോഷം പോയി. പക്ഷെ സാധനങ്ങളെല്ലാം ഞങ്ങൾ അവർക്ക് വേണം. എന്തേ ചൊന്നെങ്കിൽ അവർക്ക് ഇപ്പുറത്തെ ആൾമാർ കേൾക്കുകൊണ്ടാകും. അപ്പോ എന്തിന് പിന്നെ കൊട്ടു പിക്കാസ് പിന്നെ ഗർദാസ് അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടാ. ഇനി ബിരിയാണി പ്ലേറ്റ് ആ റായത്താൾമാർ കണ്ടിരിക്കാറാണ് ആ ടൈമോട് അതെല്ലാം കൊമ്പന്നിട്ട് റെഡി. എന്തേ അപ്പുറത്തെ ഒരു പ്രോഗ്രാം ഓടി ഉണ്ടാകും. ഞങ്ങൾക്ക് ബിരിയാണി പ്ലേറ്റ് എടുത്ത് പോകുന്നു കൊടുത്തു. ഇനി ഞങ്ങളത്തുള്ളെങ്കത്തെ കൊട്ടു പിക്കാസ് ആ റായത്ത് പോവാൻ തകയ്ക്കാറ് എന്തോ അത് പോയിപ്പിക്കൂ. അത് വല്ലാത്തൊരു മെസ്സേജാണ്. എന്തേ എല്ലാവരും ഞങ്ങൾ കൊടുക്കണം. ഞങ്ങൾ പിന്നത്തെ റൊട്ടി കേട്ട് വേണ്ട വേണ്ടാന്നുള്ള എനിക്കത്തെ നല്ലൊരു മെസ്സേജാണ്. ഇനി പിന്നോട്ട് ബന്ധം കൊടുക്കണോ പരിപാടി. അപ്പൊ അവിടെ പഞ്ചസാര കേൾക്കുമ്പോണ്ട് പഞ്ചാര ഞങ്ങൾ ഉണ്ടല്ലോ പഞ്ചാര പിന്നെ പഞ്ചാര ഉപ്പ് ചെൽ കേട്ടവർ അപ്പുറത്തകത്ത് പോയിട്ട്. അപ്പൊ ഈ ഉമ്മയുടെ മറുപടി നോക്കും. ഉമ്മ ചെന്ന വളക്ക ഇയാൾ ചൊല്ലു ഹബീബ് അലി ജിബ്രി വലിയ ആളാണ്. യമന്റെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ഇപ്പൊ ആ മഹാൻ അയാൾ ചൊല്ലു എന്റെ ഉമ്മ എന്തൊരു സ്വന്തം അതെല്ലാം ഞങ്ങളൊക്കെ ഉണ്ടു. പക്ഷേ ഞങ്ങളുടെ ചുറ്റുമുള്ള പരിസരത്തുള്ള പാവങ്ങളായ ആൾമാർ അങ്ങനെ ആവശ്യം ഞങ്ങളൊട്ടി കേൾക്കുമ്പോ ഞങ്ങളിനും ആവശ്യമില്ലാത്ത ആൾമാർ ഞങ്ങൾ വിചാരിക്കണ വേണ്ട. അങ്ങും വിചാരിക്കട്ടെ ഇങ്കും അകത്യമുണ്ടു ഇങ്ങകും അകത്യമുണ്ടു അങ്ങ് വിചാരിക്കാട്ട് അങ്ങ് പറയുമ്പോ നാളെ അങ്ങ് സുഹൃത്ത് വർത്തുക ഞങ്ങളൊട്ടി അങ്ങോട്ട് കേൾക്കിടാറില്ല. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളൊട്ടി കേൾക്കല്ലേ മനസ്സ് ഞങ്ങൾക്ക് ഒരു ബേജാർ അവിടെ വേണ്ട. ഞങ്ങളൊരു പാവത്തിന് എപ്പോ നോക്കി കേട്ടോണ്ടിരിക്കട്ടെ എന്തേ ചൊന്നിട്ട് അങ്ങക്ക് അവിടെ വേണ്ട. അപ്പൊ അങ്ങക്കും ഞങ്ങളൊട്ടി ആവശ്യമുണ്ട്. ഉപ്പ് കേക്ക് വന്നുള്ളത് അഞ്ചര കേക്ക് വന്നുള്ളത് അങ്ങക്കും അകത്തുണ്ടല്ലേ ഞങ്ങളൊട്ടിയെ അങ്ങ് ഞങ്ങളെ പോലെ വേണ്ട അത് തോന്നിട്ട് ഇതെന്ത് മനസ്സിലായിട്ടിരിക്കുന്നു നോക്കുള്ളൂ. സംഭവം ഒപ്പമുണ്ട്, എല്ലാ സാധനങ്ങളോടും ഉള്ളൂ. വലിയ വലിയ ഞങ്ങളൊട്ടി കേക്ക് പോകണ്ട. കാരണം നമുക്ക് തറവാവില്ല. ഉപ്പ് തറവാറാണ്, പഞ്ചസാര തറവാണ്. അപ്പോ ഇതിലാണ് നല്ല മനസ്സുകൾ. ഇങ്ങനത്തെ മനസ്സുള്ള എനിക്കെത്ത ഒരാൾ ഞാൻ വിചാരിക്കട്ടെ അവൻ അമലുകൾ എന്തോ ആക്കിയില്ലെങ്കിലും പടച്ചോണ്ട് അവന്റെ സ്വർഗത്തിൽ ഇടുവാണ്ടതുകൊണ്ടും എന്തുകൊണ്ടും വല്ലാത്തൊരു മനസ്സാണ്. ഖുർആൻ ചൊല്ലുന്നതും അങ്ങനെയാണ്.